ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു കുർത്തി ഡിസൈൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ലേസാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കണേ. അപ്പോൾ ഒരു ബിഗിനർ ആയാലും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ ഈ ഒരു മോഡലിന് മാച്ചിങ് ആയിട്ട് ഞാൻ ബ്ലാക്ക് കളറിലുള്ള ലേസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലേസിന് അധികം റേറ്റ് ഒന്നും വരുന്നില്ല. എനിക്ക് തോന്നണേ ഈ ഒരു ലേസ് ഞാൻ വാങ്ങിയത് മീറ്ററിന് 20 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ലേസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നെക്ക് പാറ്റേൺ ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് നെക്കാണ് കേട്ടോ കട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ക്യാൻവാസിനെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ മുകൾ ഭാഗത്തായിട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ അടിയിലേക്ക് ഇറക്കം ഞാനൊരു 7.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൻ്റെ അവിടെ നിന്ന് നേരെയായിട്ട് ഞാൻ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് 2 പോയിന്റും ഒന്ന് കണക്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഈ ഷേപ്പ് തന്നെ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഇതേ സെയിം പാറ്റേൺ തന്നെ അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ മുകൾ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് ബ്രിഡ്ജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രിഡ്ജ് ഇട്ട് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നെക്കിൻ്റെ അകലം മാറിപ്പോവാണ്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ നെക്കിൻ്റെ പാറ്റേൺ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഈ ഒരു ഉൾഭാഗം കറക്റ്റ് ഇതേ ഷേപ്പിന് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പല ഡിഫറെൻ്റ് ആയിട്ടുള്ള നെക്ക് പാറ്റേൺസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസും കൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ലൈനിങ് ഫാബ്രിക്കിൽ അയൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അയൺ ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരികു വശം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുമുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് മെയിൻ ഫാബ്രിക്കിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഈ ഒരു ക്യാൻവാസ് ചേർത്ത് വയ്ക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ടിൻ്റെയും സെൻറ്ററും ചേർന്ന് വരുന്ന പോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു അരികത്തേക്കടെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് അറ്റം വരെ ഇതേ ഷേപ്പിൽ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്യാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ സാധാരണ നെക്കിനൊക്കെ ചെയ്യുന്ന പോലെ ഈ 2 കോർണറിലും ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെക്ക് മറിച്ചെടുക്കുമ്പോൾ സിമ്പിളായിട്ട് മറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് ബാക്കോട്ട് മറിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു ക്യാൻവാസ് നമ്മൾ ബാക്കോട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ മുകൾ ഭാഗത്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ക്യാൻവാസ് ബാക്കോട്ട് മറിച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അയൺ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. ഞാനിവിടെ നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ലേസ് എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ 2 സൈഡിലേക്കും വെക്കാനായിട്ട് 2 ലേസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലേസിൻ്റെയും ലെങ്ത്ത് വരുന്നത് 10.5 ഇഞ്ചാണ് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ 10.5 ഇഞ്ചിലാണ് ഞാൻ 2 ലേസും കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക നോക്കാം. ഒന്നുമില്ല, നമ്മൾ ഈ ഒരു ലേസ് എടുത്തിട്ട് കറക്റ്റ് ഈ ഒരു നെക്കിൻ്റെ ബാക്ക് സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത ലേസും കറക്റ്റ് ഈ ഒരു നെക്കൊന്ന് പൊന്തിച്ചിട്ട് അതിൻ്റെ ബാക്കിലേക്ക് ഒന്ന് ഓവർലാപ്പ് ചെയ്യുന്ന പോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു സെൻറ്ററിൽ ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് ഇരിക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് 2 സൈഡിലും അതേ ഷേപ്പിൽ തന്നെ നമ്മളിപ്പോൾ നെക്ക് ചെയ്തെടുത്തില്ലേ ആ ഷേപ്പിൽ തന്നെ അരികത്തേക്കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ. ചുരിദാറും കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് തുടക്കക്കാർക്കൊക്കെ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അളവ് ചുരിദാർ വെച്ചിട്ട് എങ്ങനെയാണ് ട്രേസ് എടുക്കാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാർഡ് ബോർഡിൽ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കൂ കേട്ടോ.
അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.